സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരുതരം ലീഫി വെജിറ്റബിൾ ആണ്. അപ്പോൾ ഇത് ബെൽജിയം എൻഡൈം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിപ്പോൾ നോർത്ത് ഇന്ത്യയിലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് ബെൽജിയത്തിലും ഫ്രാൻസിലുമാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഒരു ചിക്കോറി ഇനത്തിൽപ്പെട്ട ഒരു വെജിറ്റബിളാണെന്ന് പറയണത്. അപ്പോൾ ഇത് 2 സ്റ്റേജ് ഗ്രോത്ത് ആണ്. അപ്പോൾ സാധാ കൃഷി ചെയ്യണമല്ലോ, ആദ്യം ഇത് മണ്ണിൽ നടും, അത് കഴിഞ്ഞിട്ട് അത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ റൂട്ട്സ് എടുത്തിട്ട് പിന്നെ ഇരുട്ടുമുറിയിൽ മുളപ്പിച്ചെടുക്കണതാണ്. അതിൻ്റെ മുളയാണ് ഇത്, സിച്ചോറി എൻഡൈബസിൻ്റെ. ഇതാണ് ബെൽജിയം എൻഡൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് സാലഡ്സിലും പിന്നെ ഇത് മറ്റേ ഗ്രില്ല് ചെയ്തൊക്കെ കഴിക്കാറുണ്ട് ആൾക്കാർ. മെയിനായിട്ട് വെസ്റ്റേണേഴ്സൊക്കെ കഴിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് പറയണമെങ്കിൽ കുറച്ചൊരു കയ്പുണ്ടായിരുന്നു. പിന്നെ ഇത് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള പറഞ്ഞാൽ അധികം പച്ച കളറായിരുന്നു, ഇത് വെള്ള കളറായിരിക്കണം. കൂടുതൽ പച്ച നിറം വന്നു കഴിഞ്ഞാൽ അത് കയ്പ് കൂടുമെന്നാണ് ഇതിൻ്റെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയാം. പിന്നെ ഫൈബർ ഉണ്ട്, 3 gram per 100 gram ആണ് ഫൈബറിൻ്റെ കണക്ക് പറയുന്നത്. പിന്നെ ഗുഡ് എക്സെപ്ഷണൽ സോഴ്സ് ഓഫ് വിറ്റാമിൻ കെ. അപ്പോൾ അത് ബോൺ ഡെൻസിറ്റിക്കും ബ്ലഡ് ക്ലോട്ടിങ്ങിനൊക്കെ സഹായിക്കുമെന്ന് പറയണം. പിന്നെ വിറ്റാമിൻ എ, ബീറ്റ കരോട്ടിൻ ഉണ്ട്. പിന്നെ ഫൊലേറ്റ് ഉണ്ട്. പിന്നെ മാംഗനീസ് ഉണ്ട്, അത് ബ്ലഡ് ഷുഗർ റെഗുലേഷൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ പൊട്ടാഷ്യം ഉണ്ട്, അത് ബ്ലഡ് പ്രഷറിന് സഹായിക്കും ബൈ ബാലൻസിങ് ഔട്ട് സോഡിയം. പിന്നെ ഈ കയ്പിനെ പറ്റി പറയാമെന്ന് പറഞ്ഞാൽ അത് ഡൈജഷനെ സഹായിക്കുമെന്ന് പറയണം. അത് ഡ്യൂ ടു എന്താണ് ഇൻഡൈബിൻ ആൻഡ് ലാക്ടുക്കോപിക്രിൻ, ഈ 2 കെമിക്കൽ കോമ്പൗണ്ട്സ് ഉള്ളതുകൊണ്ടാണ് ആ കയ്പ് വന്നതെന്ന് പറയുന്നത്. പിന്നെന്താണ് വിറ്റമിൻസ് വാട്ടർ സോളുബിളാണ് വിറ്റാമിൻ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ സാലഡ്സിൽ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അധികം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിറ്റാമിൻ ലോസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇത് കൃഷി ചെയ്യാൻ ഇത്തിരി പാടാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഈ സംഭവം നട്ട് വലുതായി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വേരെടുത്തിട്ട് ഇരുട്ടിൽ മുളപ്പിച്ചെടുക്കുന്നതാണത്. അപ്പോൾ യൂറോപ്യൻസിൻ്റെ ഇടയിലാണ്. പിന്നെ ഇപ്പോൾ ഇത് വീടിൻ്റെ അകത്ത് കൃഷി ചെയ്യണവർക്ക് ഈ മഷ്റൂമൊക്കെ കൃഷി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ചെയ്യാമെന്ന് ആണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം അതിന്. അപ്പോൾ ഇതൊക്കെയാണ് ബെൽജിയം എൻഡൈമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നിയപ്പോഴത്തേക്കും ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഉണ്ടാക്കിയത്. ഓക്കെ.